ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഈ സാമ്പാർ നമ്മൾ ഉണ്ടാക്കുന്നത് നാളികേരം വറുത്തരച്ചിട്ടൊക്കെയാണ്. ഇത് നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിനുള്ള പുളി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ അങ്ങനെ പുളി കുതിർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് എന്ന് പറയുമ്പോൾ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് എന്ന് പറയാം. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പരിപ്പ് ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ സാമ്പാർ വല്ലാതെ കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കപ്പ് വരുന്ന കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയുടെ കൂട്ടത്തിൽ മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തങ്ങ എടുക്കണമെന്ന് വെച്ചാൽ കുമ്പളങ്ങയുടെ അത്ര തന്നെ എടുക്കണ്ട. അപ്പോൾ 1 കപ്പ് കുമ്പളങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളൊക്കെ മത്തങ്ങ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ അതിന് ശേഷം ഒരു ചെറിയ പീസ് കായം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 മുതൽ 1.5 കപ്പോളം വെള്ളം വേണ്ടി വരും. അത്ര ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിക്കാം. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഇഞ്ച് വലുപ്പം വരുന്ന കായമാണ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കട്ടിക്കായത്തിന് പകരമായിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കായം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ സാമ്പാറിന് നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവുക. ഇനി കായം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ കായം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവയുടെ അളവ് കൂടി പോണ്ട. ഉലുവ ഒരുപാടായി കഴിഞ്ഞാൽ സാമ്പാറിനൊരു കയ്പ്പരസാണ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വരുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്തരച്ച സാമ്പാർ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ നാളികേരം വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കായൊക്കെ മൂപ്പിച്ച സമയത്ത് തന്നെ ഉഴുന്നുപരിപ്പ് അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിതിൽ അതൊന്നും ചേർത്തിട്ടില്ല. വെറും കായും ഉലുവയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കണം. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നാളികേരം കരിഞ്ഞു പോവും. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരം ഏകദേശം ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ മുളകും മല്ലിയൊക്കെ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുഴുവനായിട്ടുള്ള മുളകും മല്ലിയും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉലുവയും കായും മൂപ്പിച്ചെടുത്തതിന് ശേഷം മല്ലിയും മുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നാളികേരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങയും സവാളയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8-10 കഷ്ണം മുരിങ്ങക്കായ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മുരിങ്ങക്കായ ഒന്ന് വേവിച്ചെടുക്കാം.
ഈ കുക്കർ നമ്മൾ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണില്ല, അതിനെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3/4 വേവ് ആവുന്നത് വരെ മുരിങ്ങക്കായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ മുരിങ്ങക്കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ചെറിയ വെണ്ടയ്ക്ക അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെണ്ടയ്ക്ക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ വഴുതനങ്ങയും ഇതുപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ ചേർക്കാം. അതിനുശേഷം ഒരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇനി ഈ സമയത്ത് ഇതിൽ വേവിച്ചെടുക്കാനുള്ള വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നേരത്തെ നമ്മൾ മുരിങ്ങക്കായ വേവിച്ചെടുത്തതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള നാളികേരം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാമ്പാർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ സാമ്പാർ കുറച്ച് കുറുകിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് നല്ല കളറിൽ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. എന്നിട്ട് ഈ ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല മണവും രുചിയൊക്കെ ഉള്ള അടിപൊളി വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാമ്പാറാണിത്. പിന്നെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കാൻ കൂടി മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്